പെൺകുട്ടി ഈ യാഗപീഠത്തിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് അമ്മ എന്നോട് പറയാണോ? ഞാനിവിടെ യാഗത്തിൽ ഇരിക്കില്ല. എന്നോട് എല്ലാരും ക്ഷമിക്കണം. എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. എന്താ മോളേത്? ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഞങ്ങൾ ഒരാളെ വിശ്വസിച്ചിരുന്നു. അവള് വഴക്കുണ്ടാക്കി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഞങ്ങള് കാവ്യോട് ചോദിച്ചു. അവർക്കപ്പോ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നിന്നെ വിശ്വസിച്ചപ്പോ നീ ഇങ്ങനെ പറയുന്നു. എന്താ പറ്റി നിങ്ങൾക്കൊക്കെ? എന്തിനെങ്ങനെ ചെയ്യുന്നു? കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി നടത്തുന്ന ഈ ശുഭകാര്യത്തിന് എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ എതിര് നിൽക്കുന്ന മക്കളെ? ശരി, നീ ഇരിക്കണ്ട. പക്ഷേ അതിന്റെ കാരണം ഒന്ന് പറഞ്ഞൂടെ? ഇഷ്ടമില്ല. ഇഷ്ടമില്ലെന്ന് പറയാനും ഒരു കാരണമൊക്കെ ഉണ്ടാവുമല്ലോ. പറയുമോളെ. ഒന്ന് പറയുമോളെ. പറയ്. ആവനി പറ. അതെ അതെ, പറ മോളെ, പറ. കാരണം എന്താന്ന് വെച്ചാ പറയാ. അവളെ നിർബന്ധിപ്പിക്കേണ്ട അച്ഛാ. ഇഷ്ടമില്ല നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വെറുതെ? ഒരു കാരണം വേണ്ടടാ. അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നേ? അതൊക്കെ ചോദിച്ചറിയാൻ നമുക്കെന്താ അധികാരം? നീ ഇപ്പൊ സഡൻ ആയിട്ട് ഇവിടെ എൻറ്റർ ആയെങ്കിൽ, പെർഫെക്റ്റ് ടൈമിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ നടന്നതൊക്കെ നിന്നെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി നടത്തുന്ന യാഗമാണിത്. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി ഇത് പൂർത്തിയാക്കണമെന്നാണ്. നമ്മുടെ നല്ലത് മാത്രം ചിന്തിക്കുന്ന അവൻ ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താ തെറ്റ്? അവളുടെ സാഹചര്യങ്ങള് നമ്മൾ മനസ്സിലാക്കി പെരുമാറണ്ടേ അമ്മേ? നമ്മുടെ വീട്ടില് ഒരു അഭയാർത്ഥിയെ പോലെ അവന് നിൽക്കുന്നുണ്ടെന്ന് കരുതി നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും അവള് കേൾക്കണമെന്നുണ്ടോ? ഞാൻ ചോദിച്ച കാര്യത്തില് അതിനു മാത്രം എന്ത് തെറ്റാ ഉള്ളത്? അവനിയെ നമ്മുടെ വീട്ടിൽ ഒരാളായി കണ്ട് സഹായം ചോദിച്ചു. അതിലെന്താണ് ഇത്രയും വലിയ തെറ്റുള്ളത്? സ്വന്തം വീട്ടിലെ ആളായിരുന്നുവെങ്കിൽ കല്യാണ കാര്യത്തിലും ആ കൺസിഡറേഷൻ വേണ്ടേ? അതല്ലാതെ ഇപ്പൊ എങ്ങനെയാ ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നേ? അമ്മേ, ശ്രീകരന്റെ കല്യാണം കാവ്യയുമായിട്ടാന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. കാവ്യ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇവിടെ ഇരിക്കും. അത് നിങ്ങൾ സ്വപ്നം കാണണ്ട. അവനെ അവസാനമായിട്ട് ചോദിക്കുക, യാഗത്തിന് ഇരിക്കുന്നുണ്ടോ ഇല്ലയോ? അവൾ ഇരിക്കില്ല അച്ഛാ.
ഏട്ടാ, നമ്മൾ നമ്മുടെ മോനെ കുറിച്ച് ആലോചിക്കുമ്പോ ഇവൻ പോലും മനസ്സിലാക്കാത്തത് എന്താ? അങ്ങനെയുള്ളപ്പോ എന്തിനാ ഈ യാഗം? നമ്മൾ എന്തിനേട്ടാ ഇവിടെ നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത് അവന് പോലും അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നാണം കെടേണ്ട കാര്യമില്ല ഏട്ടാ. ഏട്ടൻ നടക്ക്. അമ്മേ, ഞാൻ പറയുന്ന കേക്കമ്മേ, ഇന്നൊന്ന് മനസ്സിലാക്കമ്മേ. നീ കൈവിട്ട് ശ്രീകർ. നീ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് യാഗം തടഞ്ഞെങ്കിൽ ഉറപ്പായും എന്തോ ഒരു രഹസ്യം ഉണ്ടായിട്ടല്ലേ? എത്രയും പെട്ടെന്ന് എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. ഇനി നമ്മൾ എന്തിനാ നിൽക്കുന്നേ? പോകാം, വന്നേ. എന്തോ നടക്കുന്നുണ്ട് കുഞ്ഞളിയ. ഇത് കണ്ടുപിടിക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. നടക്ക്, പോ. സ്വാമി, ശരിയായ സമയത്ത് എന്റെ ഭർത്താവ് വന്ന് എന്നെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? അവരോട് ഉത്തരം പറയാനാവാതെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങളുടെ അറിവ് പോലും ഇല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നേ? ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്കും അറിയാലോ. എന്നിട്ടും എന്തിനാ ഇങ്ങനെ പരീക്ഷണങ്ങൾ തന്നോണ്ടിരിക്കുന്നേ? ദയവ് ചെയ്ത് ഇനി ഒരിക്കലും ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ഉണ്ടാക്കരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. അവരുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് താലി കെട്ടുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ താലി ഞാൻ സ്വീകരിക്കില്ലായിരുന്നു ഏട്ടാ. നിങ്ങളുടെ പ്രണയം ഞാൻ അംഗീകരിക്കില്ലായിരുന്നു. വലിയ ഒരാളെ വേണ്ടെന്ന് വെച്ച് അതിന്റെ നിർഭാഗ്യമാണെന്ന് കരുതി ഞാൻ ജീവിക്കായിരുന്നു. തന്നെ കണ്ട ആദ്യ ദിവസം തന്നെ ഞാൻ എന്നെ തന്നെ തനിക്ക് തന്നത് അവനെ. താൻ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ ഒരിക്കലും വിട്ടുകളയില്ല അവനെ. നടക്കാൻ പോകുന്നതൊക്കെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതും. ഒരു സത്യം മറച്ചു വെച്ച് അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരവാദി ഞാൻ തന്നെയാ, ഒരിക്കലും താനല്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മയുടെ വാക്ക് ഞാൻ ധിക്കരിച്ചതിന് അമ്മ ഇനി എന്തു പറയും? അമ്മയുടെ ദേഷ്യമൊന്നും താൻ കാര്യമാക്കണ്ട.
തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കിക്കോളും. വാ പോവാം. ഞാനിവിടെ യാഗത്തിൽ ഇരിക്കില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇതിനെ നിർബന്ധിക്കുന്നേ? അവൾക്ക് പേഴ്സണൽ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ടായിരിക്കും, അതൊക്കെ ചോദിച്ചറിയാൻ നമുക്കെന്ത് കാര്യം? അമ്മയുടെ ഉള്ളിലുള്ള ഈ ദേഷ്യമൊക്കെ എടുത്ത് മടക്കി വെക്കുന്നതാവും നല്ലത്. അല്ലാതെ വേറെ വഴിയില്ല. അമ്മയൊന്ന് നോക്കിയാ തന്നെ പേടിച്ച് അമ്മ പറയുന്ന ഞങ്ങൾ അനുസരിക്കും. ആ അവന് പക്ഷേ അമ്മ എത്ര നിർബന്ധിച്ചിട്ടും വില തന്നില്ലല്ലോ. ആവനി, അമ്മയുടെ ദേഷ്യം പെട്ടെന്ന് കുറയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പിന്നെയും എന്തിനാ താൻ അത് ആലോചിച്ചിരിക്കുന്നേ? അമ്പലത്തിലെ തടസ്സം എങ്ങനെയെങ്കിലും മാറിയെങ്കിലും ആ തടസ്സം വീട്ടിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഓർക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു. പുറത്തു പായസവും അകത്തു പാഷാണോ എന്ന് പറയുന്ന പോലെ അവളുടെ കാര്യം. അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒന്നെങ്കിൽ കടലപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്ന് പറയുന്ന പോലെ ഈസി ആയിട്ടല്ലേ വാക്ക് മാറ്റി കളഞ്ഞത്. പറഞ്ഞ വാക്ക് തെറ്റിച്ച ഞങ്ങളുടെ മുഖത്ത് ചെണ്ട ഓട്ടുന്നതല്ലേ? ആ അവനിയെ മാത്രം ഒന്നും പറയൂല അല്ലേ? വേദ, ചിലര് വിജയിക്കുന്നതിൽ പരാജയപ്പെടുമെങ്കിലും അതിന്റെ പ്രയത്നത്തിൽ പരാജയപ്പെടില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തോ മനസ്സിനെ അങ്ങ് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. അവനെ സമ്മതിച്ച പോലെ മുന്നോട്ട് വന്ന് അവളുടെ മനസ്സും വാക്കും മാറ്റിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഏറ്റവും മോശപ്പെട്ടത് പറഞ്ഞ വാക്ക് പാലിക്കാത്തതാ. ഞങ്ങള് പറഞ്ഞതുപോലെ ആ ആവനിയെ വീട്ടിൽ നിന്ന് പുറത്താക്ക്. അവസരം കിട്ടിയെന്ന് കരുതി അതിര് കവിഞ്ഞ് സംസാരിക്കണ്ട. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾക്ക് അതിരുകളും ലക്ഷ്മണ രേഖയും ഒക്കെ ഓർമ്മ വരും. മറ്റുള്ളവരുടെ കാര്യത്തിൽ പക്ഷേ എല്ലാം നിങ്ങൾ അങ്ങ് മറന്നു കളയും. എന്റെ ഭഗവാനെ, വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നീ തന്നെ നോക്കിക്കോണേ. പട്ടിയൊട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കുകയില്ലെന്ന് പറയുന്ന പോലെയാ ഞങ്ങളുടെ അവസ്ഥ. അനിയനും കാവ്യയും തമ്മിലുള്ള കല്യാണം അമ്മ നടത്തുമെന്ന് പറഞ്ഞെങ്കിൽ കാവ്യ യാഗത്തിന് ഇരിക്കുമായിരുന്നില്ലേ? ജാതകം ചേരാത്ത ഒരു പെൺകുട്ടിയും എന്റെ മരുമകളായി ഈ വീട്ടിൽ വന്ന് കേറില്ലെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു. എന്നിട്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും എന്തിനെങ്ങനെ പറയുന്നത്? ശരിയമ്മേ, അമ്മ പറയുന്നത് ശരിയാണെന്നിരിക്കട്ടെ. കാവ്യ ഒരു കാരണമുള്ളത് കൊണ്ട് യാഗത്തിന് സമ്മതിച്ചില്ല. പക്ഷേ ആവനിക്ക് എന്ത് കാര്യമുള്ളത്? ആ കാരണം ഞങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിലും നിങ്ങൾക്കറിയാൻ വേണ്ടിയെങ്കിലും ചോദിച്ചു നോക്ക്. നിങ്ങൾക്കത് അറിയാൻ പറ്റിയില്ലെങ്കിൽ ആവനിക്ക് നിങ്ങളോട് ഒരു വിലയും ഇല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. ഉറപ്പായിട്ടും അവക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും.
അവൻ ഇങ്ങോട്ട് വരുമ്പോ എന്തിനവളിങ്ങനെ ചെയ്തേന്നും അതിനുള്ള കാരണം എന്താണെന്നും ചോദിച്ചറിയണം. അവനെ താനൊന്നും കഴിച്ചില്ലല്ലോ, ഇതെങ്കിലും കുടിക്കും. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇച്ഛ, ജ്ഞാനം, ക്രിയാശക്തി തുടങ്ങിയ കാര്യങ്ങളുടെ അധിപതികളായ പാർവതി ദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി എന്നിവർ സൂത്രങ്ങൾക്ക് മേലുണ്ടെന്ന ശാസ്ത്രം പറയുന്നത്. താലിക്ക് പൂജ ചെയ്തോ, കുങ്കുമാർച്ചന നടത്തിയോ, മുതിർന്നവരുടെ ആശീർവാദം ഈ താലിയിൽ നിക്ഷിപ്തമായതിനു ശേഷം മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന ഖണ്ഡി വധ്രാമി ശുഭകേ തം ജീവ ശരദാം ക്ഷതം എന്ന് തുടങ്ങുന്ന മന്ത്രം വേദ പണ്ഡിതന്മാർ പറയുമ്പോഴാണ് വരൻ വധുവിന്റെ കഴുത്തില് ഈ താലി അണിയിക്കുന്നത്. ഒരു പുതിയ ബന്ധത്തിനും ഒരു പുതിയ നിയമത്തിനും ഒരു സമ്മതത്തിനുമുള്ള പ്രതീകമാണ് ഈ താലിമാല. നമ്മുടെ കല്യാണം എല്ലാവരുടെയും സമക്ഷത്തിൽ കല്യാണ പന്തലിൽ വെച്ച് നടക്കാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നതുകൊണ്ടാണോ നമുക്ക് ഇത്രയേറെ പരീക്ഷണങ്ങൾ? ഈ താലിയുണ്ടല്ലോ, അത് കഴുത്തിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ എക്കാലത്തെ സന്തോഷവും അത്രയും കാലത്തെ സംരക്ഷണവും. നിങ്ങളിത് കഴുത്തിൽ കെട്ടിയപ്പോൾ ഞാൻ എത്രയേറെ സന്തോഷിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഇതാരെങ്കിലും പുറത്ത് കാണുമെന്നോർത്ത് പേടിച്ച ഓരോ നിമിഷം കഴിയുന്നത്. ഈ താലിക്ക് ഇത്രയും വലിയ വിലയുള്ളപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, നമ്മളെ തള്ളി പറഞ്ഞാലും, കളിയാക്കി ചിരിച്ചാലും, നമ്മളോട് ദേഷ്യപ്പെട്ടാലും, എത്രയൊക്കെ പറഞ്ഞാലും ഇതിന്റെ ശക്തി നമ്മളെ കാക്കും. പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആളെ കൊണ്ടല്ലേ ഈ താലി നമ്മൾ കെട്ടിക്കുന്നേ. ഈ താലി ഒരിക്കലും തന്നെ വഞ്ചിക്കില്ല, ഒരിടത്തും തന്നെ നാണം കെടുത്തില്ല.